എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വില കുറഞ്ഞ ചില ഷെയർസിനെ കുറിച്ചാണ്. അതായത് ഏകദേശം ഒരു 70 രൂപയിൽ താഴെ വിലയുള്ള 3 ഷെയർസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് പറയട്ടെ, ഇതൊരു സ്വിംഗ് ട്രേഡിംഗ് ആണ്. അതായത് ചാർട്ട് പാറ്റേൺ വെച്ച് മാത്രം നമ്മൾ ഒരു എൻട്രി എടുക്കുന്ന ഒരു ഷെയറാണ്. ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുന്നില്ല ഒന്നാമത്. പിന്നെ കുറഞ്ഞ ടൈം പീരീഡ്, ഒരാഴ്ചയോ 10 ദിവസത്തേക്കോ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നതാണ് അഭികാമ്യം. ഇതിൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പാലിക്കുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം നിഫ്റ്റിയുടെ ലെവൽ. നിഫ്റ്റി ഒരു പോസ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് മുകളിലേക്ക് കയറാൻ പറ്റാതെ 3 ദിവസം ഒരു ചെറിയ ക്യാൻഡിൽസ് വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ചെറിയൊരു കറക്ഷൻ നിഫ്റ്റിയിൽ ചിലപ്പോൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഷെയർസും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി ഇതേപോലെ ഈ റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയർസും രക്ഷപ്പെട്ടു പോകാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇനി ഒരു ഉയർച്ച വരാനായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിന്നിട്ട് കണ്ട. അപ്പോൾ 3 ദിവസമായിട്ട് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഇൻട്രാഡേ ഈ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇതിന് മുകളിൽ, ഈ 3 ക്യാൻഡിലിന് മുകളിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്താൽ മാത്രമേ നിഫ്റ്റി ഇനി ഒരു അപ്സൈഡിലേക്ക് നല്ല രീതിയിൽ കുതിപ്പ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നിഫ്റ്റി ഈ ലെവലിൽ തന്നെ ട്രേഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ചെറിയൊരു കറക്ഷൻ, ചെറുത് വലിയതല്ല, ഒരു ചെറിയൊരു കറക്ഷൻ ഒരു 200-300 പോയിന്റിൽ ഒരു ദിവസമാണ് സാധ്യത. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്കൊന്നും 3 ക്യാൻഡിൽ ഇപ്പോൾ ഒരു ഡോജി ക്യാൻഡിൽ വന്നതുകൊണ്ട് നമുക്കൊരു അൺകണ്ടീഷനാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. എവിടേക്ക് വേണമെങ്കിലും നിഫ്റ്റി പോകാം. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുക, നിഫ്റ്റിയുടെ ലെവൽസ് ഇതിനെ സ്വാധീനിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ചാർട്ടിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ഷെയർ ഇന്ത് ബാങ്കാണ്. അതായത് ഇന്ത് മെർച്ചൻ്റ് ബാങ്ക് 56 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ്, ഒരു 19% കയറി നിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇത്രയും കയറി നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ ചാർട്ട് കാണുന്നത് ഇന്ത് മെർച്ചൻ്റ് ബാങ്കിൻ്റെ ഒരു ചാർട്ടാണ്. ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ഒരു അപ് സൈഡ് നമുക്ക് ഇതിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ ഇവിടെ കണ്ട, ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, അതുകൂടാതെ നമുക്ക് ഇവിടെയും ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഓരോ കയറ്റത്തിലും നല്ല വോളിയത്തോടു കൂടി ഇത് കയറിയിട്ടുള്ളത്. ഈ ക്യാൻഡിലിൽ നല്ല വോളിയം ഉണ്ട്, ഇവിടെ നല്ല വോളിയം ഉണ്ട്. ഈ കയറ്റത്തിൽ ഈ ഗ്രീൻ ക്യാൻഡിലും നല്ല വോളിയം ഉണ്ട്. പക്ഷെ താഴേക്ക് ഇത് ഇറങ്ങുമ്പോൾ വോളിയം കുറവുണ്ട്. കണ്ട, ഇത്രയും ഇറങ്ങുമ്പോൾ വോളിയം കുറവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഈ ലെവലാണ്. ഈ ലെവലാണ് ഇതിലൊരു നമ്മൾ കാണുന്ന ഒരു ഇൻട്രാഡേ സപ്പോർട്ട്. അതായത് 46 ഒരു ഇൻട്രാഡേ ഇതിൽ കാണുന്ന ഒരു സപ്പോർട്ട് പോയിന്റ്. നമുക്ക് ഇന്ന് ഒരു 19 പോയിന്റ് കയറിയതുകൊണ്ട് വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയൊരു കറക്ഷനൊക്കെ വന്നേക്കാം. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് ഈ ഹൈയുടെ മുകളിലേക്ക് ഒരു ടാർഗറ്റ് വരും ദിവസങ്ങളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇതിന് മുകളിലേക്ക് നമുക്കൊരു ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാം, ഇതിന് മുകളിൽ വരും ദിവസങ്ങളിൽ. കാരണം ഇത്രയും വലിയ ക്യാൻഡിൽ ഇത്രയും വോളിയത്തോടുകൂടി കയറിയതുകൊണ്ട് നമുക്ക് ഇതിലൊരു അപ്സൈഡ് മൂവ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. നിഫ്റ്റി സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതും പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. നമ്മുടെ അടുത്ത ഷെയറാണ് ഇൻഫിബീം അവന്യൂസ്. ഏകദേശം 37 രൂപയുടെ കറണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇതാണ് ഇൻഫിബീമിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട്. ഇവിടെ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു. അതിന് താഴെ നമുക്ക് വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് കൂട്ടി വെച്ച് വരച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷനായിട്ട് മാറി. ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷനാണ് ഇത് മാറിയത്. നമുക്കൊരു ഇതിൽ മുകളിലൊരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 40 മുകളിലൊരു അപ്സൈഡ് പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. വോളിയം തർക്കടില്ലാത്ത വോളിയവും ഉണ്ട്. നമുക്ക് ഇതിൽ വരുന്ന SL പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ ഒരു ലൈൻ വരച്ചു നോക്കും. ഇവിടെ ഇട് SL പോയിന്റ്.
ഏകദേശം 33 റേഞ്ചിൽ 33 താഴെ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വിറ്റുമാറുന്ന രീതിയിൽ ഒരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. 33 ഇത് താഴെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ വേണം സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാനായിട്ട്. നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റം ഇതിൽ പ്രത്യേകിച്ച് ഒരു സ്വിംഗ് ട്രേഡിൽ അധികം കാലം ഇത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം പ്രോഫിറ്റ് ആകുമ്പോൾ വിറ്റ് മാറുക, ഒരു 10% 15% പ്രോഫിറ്റ് ആകുമ്പോൾ വിറ്റ് മാറുന്ന രീതിയിൽ വേണം ഈ ഷെയറിനെ നമ്മൾ സമീപിക്കാനായിട്ട്. നമ്മുടെ അടുത്ത ഷെയറാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 67 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാർട്ട്. അവിടെ ലാസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു വലിയൊരു ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. വിത്ത് വോളിയം ഉണ്ട്, അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. കറണ്ട് ഒരു 10-20 ദിവസം മുമ്പിലേക്ക് എടുക്കുമ്പോൾ അതിനേക്കാളും മുകളിലുള്ള ഒരു വോളിയവും കാണുന്നുണ്ട്. ഇതും ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷനാണ് ഇതും വന്നിട്ടുള്ളത്. സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ നമുക്ക് ഏകദേശം ഒരു 76 നമുക്ക് ഇതിലൊരു ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ. നമ്മളെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുന്ന കൃത്യമായ പോയിന്റ് ഇവിടെയാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുന്നത്. ഇതിന് താഴെ ഏകദേശം 62 നമ്മൾ സ്റ്റോപ്പ് ലോസ്. 62 നമ്മളൊരു സപ്പോർട്ട്. അത്രയും റിസ്ക് ഇതിൽ എടുത്താൽ മതി. അതായത് ഒരു 5 രൂപ മാത്രം റിസ്ക് എടുക്കുക അതിൽ. 62 നമുക്ക് അടുത്ത സപ്പോർട്ട് കാണുന്നത്. കാരണം ഇത് കയറിപ്പോയ ഈ റേഞ്ച് 62 നമുക്ക് ഇവിടെ ഏകദേശം ഈ റേഞ്ച് വരെ നമുക്ക് ടാർഗറ്റ് പ്രതീക്ഷിക്കുക. 5 രൂപയുടെ എടുക്കേണ്ട റിസ്ക്, 5 രൂപ മാത്രം റിസ്ക് എടുക്കുക അതിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മൊരു ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് നടന്ന ഒരു 3 ഷെയർ, വില കുറഞ്ഞ 3 ഷെയർ. ആദ്യം പറയട്ടെ, നിഫ്റ്റി പോസ് ചെയ്ത് നിൽക്കുകയാണ്. നിഫ്റ്റിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നിഫ്റ്റിയിൽ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവാതെ നിഫ്റ്റിന് അപ്സൈഡ് മൊമെൻറ്റം നിഫ്റ്റിയിൽ പ്രതീക്ഷിക്ക് വകയില്ല. അപ്പോൾ അഥവാ ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ഷെയർസിലും ഒരു കറക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഷെയറും സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഫാക്ടർ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ആ ഫാക്ടറും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലൊരു എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഉപകാരപ്രദമായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.